ഡോക്ടർ കെ.എസ്. രവികുമാറിന്റെ സഹ്യകാനനത്തിന് വിരിഞ്ഞ കവിത എന്ന കൃതിയിലെ ലേഖനമാണ് പ്രകൃതി പാഠങ്ങൾ. വയലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിതകളിലെ മാനവിക ബോധത്തിന് സംഭവിച്ച പരിണാമത്തെക്കുറിച്ചും 20-ാം നൂറ്റാണ്ടിലെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളുമായുള്ള അവയുടെ ബന്ധത്തെക്കുറിച്ചും ലേഖനം നിരൂപണം ചെയ്യുന്നു. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിന് സംഭവിച്ച മാറ്റങ്ങൾ സൂക്ഷ്മമായി ആവിഷ്കരിച്ച കവിയാണ് വയലോപ്പിള്ളി. ലോകം വ്യവസായവൽക്കരണവും ആഗോളവൽക്കരണവും നെഞ്ചേറ്റിയപ്പോൾ കേരളത്തിലും അതിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ജനങ്ങളുടെ അനുഭവങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു. ലോകം മുഴുവൻ എങ്ങനെ മാറുന്നു എന്ന് കൂടുതൽ മനസ്സിലാക്കാനും അത് പിന്തുടരാനും ആളുകൾ തുടങ്ങി. ഈ മാറ്റങ്ങളോടെല്ലാം കവിതകളിലൂടെ പ്രതികരിച്ച കവിയായിരുന്നു വയലോപ്പിള്ളി. ആ കവിതകളുടെ എല്ലാം അടിസ്ഥാനധാര മാനവികതയായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കേരളീയ സമൂഹത്തിൽ വയലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിതകൾ വലിയ സ്വാധീനം ചെലുത്തി. മനുഷ്യന്റെ കർമ്മശേഷിയിലും ലോകത്തെ മാറ്റിത്തീർക്കാനുള്ള അവന്റെ ഇച്ഛാശക്തിയിലും അടങ്ങിയ അനന്ത സാധ്യതകളെ അദ്ദേഹത്തിന്റെ കവിതകൾ ഉയർത്തിക്കാട്ടി. പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യന്റെ കരുത്തിനെ വയലോപ്പിള്ളി വാഴ്ത്തുന്നു. ജീവിതത്തിന്റെ മഹത്വവും മാനവികതയുടെ മൂല്യങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കവിതകൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു. വയലോപ്പിള്ളിയുടെ കവിതകൾ മനുഷ്യന്റെ മനസ്സിന്റെ അപാരമായ കഴിവുകളെ പ്രകീർത്തിക്കുന്നു. അവൻ ഏത് മഹാപർവ്വതത്തെ കീഴടക്കാനും ഏത് സാഗരത്തെയും മുറിച്ചു കടക്കാനും ഏത് രഹസ്യങ്ങളും തേടിയുള്ള യാത്ര നടത്താനും പ്രാപ്തനാണെന്ന് അവ ഓർമ്മിപ്പിക്കുന്നു. കൊളോണിയൽ ആധുനികതയുടെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഈ കാഴ്ചപ്പാട് മനുഷ്യ പുരോഗതിയുടെ അനിവാര്യതയെ ഊന്നിപ്പറയുന്നു. പുരോഗതിക്കായുള്ള ഈ അടങ്ങാത്ത ദാഹം മനുഷ്യനെ പ്രകൃതിയുടെ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാൻ പ്രേരിപ്പിക്കുന്നു. മനുഷ്യരുടെ വീര്യം പർവ്വതത്തെ വെല്ലും എന്ന പ്രഖ്യാപനം ഈ മനോഭാവത്തിന്റെ ഒരു പ്രതിഫലനമാണ്. വയലോപ്പിള്ളിയുടെ ആദ്യകാല കവിതകളിൽ യൂറോപ്യൻ നവോത്ഥാന കാലഘട്ടത്തിലെ മാനവികതാ സങ്കല്പങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. എന്നാൽ ഈ സങ്കല്പങ്ങളെ അദ്ദേഹം കേരളീയ സാഹചര്യങ്ങളിൽ വിലയിരുത്തുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ കാഴ്ചപ്പാടിന്റെ കാതൽ ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ മനുഷ്യന് ചില പ്രത്യേക അവകാശങ്ങൾ ഉണ്ടെന്ന വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ തന്റെ ഭൗതിക സുഖങ്ങൾക്കായി ഭൂമിയെയും മറ്റ് ജീവജാലങ്ങളെയും ചൂഷണം ചെയ്യുന്ന ഒരു അതിമാനുഷ്യനായി മാറുന്നു. ഈ അതിമാനുഷ്യൻ പ്രകൃതിയെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിമറിക്കുന്നു. കാടുകൾ വെട്ടിത്തെളിച്ച് നാടുകൾ സൃഷ്ടിക്കുന്നു. പുഴകളെ അണകെട്ടി നിയന്ത്രിക്കുന്നു. കുന്നുകളും കുഴികളും നിരത്തി സമതലങ്ങൾ ഉണ്ടാക്കുന്നു. ജലാശയങ്ങളെ കൃഷിയിടങ്ങളാക്കുന്നു. പ്രകൃതിയുടെ മേൽ കോട്ടകൾ പണിയുന്നു. വയലോപ്പിള്ളിയുടെ കവിതകളിൽ കാടിനെ നാടാക്കി നാടിനെ നഗരമാക്കുന്ന വികസന കാഴ്ചപ്പാട് പ്രകടമാണ്. ഈ കാഴ്ചപ്പാട് കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് എന്ന കൃത്രിമ ഉപഗ്രഹ യുഗത്തിലേക്കുള്ള കുതിച്ചുചാട്ടത്തെ പ്രതീകപ്പെടുത്തുന്നു. എന്നാൽ ഈ കുതിപ്പിനിടയിൽ നഷ്ടപ്പെടുന്ന പ്രകൃതിയുടെ സ്വാഭാവികതയെക്കുറിച്ച് അദ്ദേഹം അറിയാതെ പോകുന്നു. നഗരവൽക്കരണം പ്രകൃതിയുടെ സ്വാഭാവികതയെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. നഗരങ്ങൾ വളരുന്നതിനനുസരിച്ച് ഗ്രാമങ്ങൾ അപ്രത്യക്ഷമാവുകയും അവയുടെ സ്ഥാനത്ത് അവശിഷ്ടങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. എന്റെ ഗ്രാമം എന്ന കവിതയിൽ കൊച്ചി നഗരം ഇടപ്പള്ളി എന്ന സമീപ ഗ്രാമത്തെ വിഴുങ്ങുന്നതിന്റെ ഒരു ചിത്രം അദ്ദേഹം വരച്ചിടുന്നു. നഗരവൽക്കരണം ഗ്രാമത്തെ എച്ചിൽപ്പറമ്പാക്കി മാറ്റുന്നു. അതിന്റെ ഭൗതിക സൗന്ദര്യത്തെ മാത്രമല്ല, അതിന്റെ സാമൂഹിക ഘടനയെയും ജീവിത രീതിയെയും മലിനമാക്കുന്നു. സാറാ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ ഗ്രാമചിത്രം കണ്ടപ്പോൾ ലേഖകൻ വയലോപ്പിള്ളിയുടെ എന്റെ ഗ്രാമം എന്ന കവിതയിലെ ഗ്രാമചിത്രം ഓർത്തുപോകുന്നു. തെങ്ങുകളും നെൽപ്പാടങ്ങളും വെൺമാടങ്ങളും താമരക്കുളങ്ങളും മാടപ്രാവും എല്ലാം അടങ്ങിയ ഗ്രാമത്തിന്റെ ഭൗതിക സൗന്ദര്യത്തെ വരച്ചു കാട്ടുന്നതിനോടൊപ്പം ഈ ഭംഗിയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന അസത്യങ്ങളെയും വയലോപ്പിള്ളി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നുണ്ട്. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയുടെയും തദ്ദേശീയ ജനങ്ങളുടെയും മേലുള്ള ചൂഷണത്തെയാണ് അസത്യം എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത്. തന്റെ തൂലിക ഉപയോഗിച്ച് ഈ തിന്മകളെ വെളിച്ചത്ത് കൊണ്ടുവരാനും
സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. വൈലോപ്പിള്ളിയുടെ കവിതകളിൽ മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ പുരോഗതിക്കായുള്ള ആഗ്രഹവും അതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും തമ്മിലുള്ള സംഘർഷം വ്യക്തമാണ്. ഒരു വശത്ത് സമൃദ്ധവും മെച്ചപ്പെട്ടതുമായ ജീവിതം സൃഷ്ടിക്കാനുള്ള പരിവർത്തനങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. മറുവശത്ത് ഈ പുരോഗതിയുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ ആശങ്കപ്പെടുന്നു. എന്നിരുന്നാലും ഈ പ്രതിസന്ധികൾക്കിടയിലും മാനവികതയിൽ അധിഷ്ഠിതമായ മനുഷ്യശക്തിയിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം ഒരിക്കലും കെടുന്നില്ല. പുരോഗതിയുടെ ലഹളയിൽ നാം നമ്മുടെ വഴി തെറ്റിയാലും സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാനും മുന്നോട്ടു പോകാനുമുള്ള കഴിവ് നമുക്കുണ്ടെന്ന വരികൾ ഈ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ഒരു യുഗത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റത്തിന്റെ വെല്ലുവിളികൾക്കിടയിലും വൈലോപ്പിള്ളി ഈ ശുഭാപ്തി വിശ്വാസം കൈവിടുന്നില്ല. വൈലോപ്പിള്ളിയുടെ കാവ്യവീക്ഷണത്തിൽ പ്രകൃതിയെ അടിച്ചമർത്തി മുന്നേറുന്ന വികസനത്തെ അദ്ദേഹം ആദ്യകാലത്ത് പിന്തുണച്ചിരുന്നെങ്കിലും പിന്നീട് അതിനോട് വിമർശനാത്മകമായ സമീപനം അദ്ദേഹം സ്വീകരിച്ചു. മനുഷ്യന്റെ ക്ഷേമത്തിനായി എല്ലാം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന തിരിച്ചറിവിലേക്ക് വൈലോപ്പിള്ളി വളർന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതമായ ബന്ധത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം 80കളിൽ കൂടുതൽ ശ്രദ്ധാലുവായി. ആധുനികതാ പ്രസ്ഥാനത്തിന്റെ വരവോടെ മലയാള സാഹിത്യത്തിൽ പാരിസ്ഥിതിക വിവേകം എന്നൊരു കാഴ്ചപ്പാട് വികസിച്ചു വന്നു. ഈ കാഴ്ചപ്പാട് മനുഷ്യനെ പ്രകൃതിയുടെ അധിപനിൽ നിന്നും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവനായി പുനർനിർവചിച്ചു. മനുഷ്യന്റെ അമിത ആർത്തി ഭൂമിയെ തന്നെ നാശത്തിലേക്ക് നയിക്കുമെന്ന ഉത്കണ്ഠകൾ സാഹിത്യത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങി. വൈലോപ്പിള്ളിയുടെ മൃതസഞ്ജീവിനി എന്ന കാവ്യനാടകം ഈ പാരിസ്ഥിതിക വിവേകത്തെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നു. കൃതിയിലെ ഒരു കഥാപാത്രം കിനാവിൽ കേൾക്കുന്ന പുഴയുടെ വിലാപം പ്രകൃതിയുടെ വികാരങ്ങളെയും വേദനകളെയും നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. മൃതസഞ്ജീവിനി എന്ന വൈലോപ്പിള്ളിയുടെ കാവ്യനാടകത്തിലെ ഈ വരികൾ നദിയുടെ വിലാപമായി അവതരിപ്പിക്കപ്പെടുന്നു. താൻ ഒരിക്കൽ തേനൊഴുകുന്ന പോലെ മനോഹരമായിരുന്നു എന്ന് നദി ഓർമ്മിക്കുന്നു. വ്യവസായവൽക്കരണത്തിന്റെ പ്രതീകമായ കമ്പനിയുടെ വരവാണ് നദിയുടെ ദുരന്തത്തിന് തുടക്കമിട്ടത്. നദി മലിനമായതോടെ അതിലെ ജീവജാലങ്ങൾ നശിച്ചു. മീനുകൾ ചത്തുപൊങ്ങി, കൊറ്റികൾ പറന്നുപോയി, തവളകളും ഞണ്ടുകളും മരിച്ചു. ഇതെല്ലാം കണ്ടും അനുഭവിച്ചും മനസ്സു നൊന്ത് നിൽക്കുകയാണ് നദി. വ്യവസായത്തെ ചെകുത്താനുമായി താരതമ്യം ചെയ്യുന്നത് അതിന്റെ ദൂഷ്യ സ്വഭാവത്തെ ഊന്നിപ്പറയുന്നു. വ്യവസായവൽക്കരണം മനുഷ്യന്റെയും പ്രകൃതിയുടെയും നാശത്തിന് കാരണമാകുമെന്ന് കവി മുന്നറിയിപ്പ് നൽകുന്നു. മൃത്യുവിൻ കാളകൂട വ്യവസായം എന്ന പ്രയോഗം വ്യവസായത്തിന്റെ വിനാശകരമായ ശക്തിയെ സൂചിപ്പിക്കുന്നു. കാളിയ സർപ്പത്തെ വധിച്ച് കാളിന്തിയെ രക്ഷിച്ച കൃഷ്ണനെ പോലെ തന്നെ രക്ഷിക്കാൻ ആരുമില്ലേ എന്ന് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നദി വിലപിക്കുകയാണ്. കണ്ണും മൂക്കുമില്ലാത്ത വ്യവസായവൽക്കരണം ജീവന്റെ നിലനിൽപ്പിനെ തന്നെ അസാധ്യമാക്കുന്ന തരത്തിൽ വികസിക്കുന്നതിനെ കുറിച്ച് കവി ആശങ്കപ്പെടുന്നു. വൻകിട അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കാട്ടിലെ ആദിവാസി ജനതയെ കുടിയിറക്കുന്നതിന്റെയും അവർ വേരുകൾ നഷ്ടപ്പെട്ട് ചിതറിപ്പോകുന്നതിന്റെയും ചിത്രങ്ങൾ ഇതോട് ചേർത്ത് വെക്കാവുന്നതാണ്. ഇതിനിടയിൽ കൊള്ളലാഭം നേടാൻ വനം വെട്ടി തടി കടത്തുന്നവരുടെ അത്യാഗ്രഹത്തെയും കവി ചിത്രീകരിക്കുന്നുണ്ട്. ഈ ചൂഷണത്തിന് കൂട്ടുനിൽക്കുന്ന നീതിപാലകരുടെ കാപട്യത്തെയും കൃതിയിൽ തുറന്നു കാട്ടുന്നുണ്ട്. ഇത് കീഴാള ജനതയെയും സ്ത്രീകളെയും പ്രകൃതിയെയും ക്രൂരമായി ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥയുടെ ഭീതിജനകമായ ചിത്രം വരച്ചു കാട്ടുന്നു. വൈലോപ്പിള്ളിയുടെ കവിതകളിൽ സമൂഹത്തിന്റെ അധപതനത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും മനുഷ്യൻ എപ്പോഴും കേന്ദ്രസ്ഥാനത്ത് നിലകൊള്ളുന്നു. ജീവന്റെ നിലനിൽപ്പ് തന്നെ അനിശ്ചിതത്വത്തിലായ ഈ സാഹചര്യത്തിൽ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉത്കണ്ഠയാണ് അദ്ദേഹത്തിന്റെ കവിതകളെ നയിക്കുന്നത്. പരിസ്ഥിതി നാശത്തിനിടയിൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ആശങ്കയെ പ്രതിഫലിപ്പിക്കുന്ന വൈലോപ്പിള്ളിയുടെ മാനവികത കാലക്രമേണ കൂടുതൽ സൂക്ഷ്മവും യാഥാർത്ഥ്യബോധമുള്ളതും ആയിത്തീരുന്നു എന്ന് ലേഖനം ഉപസംഹരിക്കുന്നു.